ചരിത്രാധ്യായങ്ങളിലേക്ക് സഞ്ചരിക്കും. Desire burning like a fire. What you gonna do when it crumbles down? Watch it get higher, down to the wire. Will you let it burn till we almost drown? Higher, goodbye, honey, where do we lie? Where you're headed, am I going there too? കോതമംഗലം ചെറിയ പള്ളി പെരുന്നാളിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. കോതമംഗലത്തെ മാർത്തോമ ചെറിയ പള്ളിയുടെ കന്നീര്യോത് പെരുന്നാൾ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പെരുന്നാളിന്റെ ആദ്യ 2 ദിവസങ്ങൾ കടന്നുപോയി. 3-ാമത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പകൽ സമയം വൈകുന്നേരമായതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് രാത്രിയിലാണ്. രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞപ്പോഴേക്കും പള്ളിയും പരിസരവും തിരക്ക് വർദ്ധിച്ചു വന്നു. 2 ദിവസം മുൻപ് കൂട്ടുകാരുമായിട്ട് വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയതാണ്. ഇന്നിപ്പോ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്താൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയത്. ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. നമ്മൾ ഇതുപോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ഇവിടെ നിന്നിട്ട് ഒന്ന് ആലോചിച്ച് പോകും. ശരിയല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയോ എങ്ങനെയൊക്കെ പള്ളിപ്പെരുന്നാളിൽ വന്നാലും ഇതുപോലത്തെ ഒരു കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പള്ളിപ്പെരുന്നാളിൽ വന്ന ഒരു ബലൂൺ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു പൊട്ടാസോക്ക്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ആകാശൂഞ്ഞാലൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ. ഇതിലൊക്കെ കയറുന്നത് എൻ്റെ 25-ാമത്തെ വയസ്സിലാണ്. എന്തായാലും പള്ളിപ്പെരുന്നാൾ ഫുൾ കളറാണ്. ആൾക്കാരൊക്കെ ഫുൾ ടൈം ഓണായിട്ടാണ് ഇരിക്കുന്നത്. മരണക്കിണറൊക്കെ ഇവിടെ മരണ മാസമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, ഇത് മരണക്കിണറ് കയറാനോ അല്ലെങ്കിൽ ആകാശൂഞ്ഞാലും കയറാനോ ഒന്നും അല്ല കേട്ടോ. ഇത് വഞ്ചിയിൽ കയറാനുള്ള ക്യൂ ആണ്. വഞ്ചിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ ഐറ്റം എന്ന് പറഞ്ഞാൽ വഞ്ചിയാണ്. വഞ്ചി നമ്മുടെ പെരുന്നാളിൽ വന്ന മസ്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഒരു വേറെ ഫീൽ എന്ന് മറ്റും പറഞ്ഞാൽ അന്യായ ഫീലാണ്. ശരിക്കും പേടിച്ചു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി. പിന്നെ ഈ വഞ്ചിയിൽ കയറുന്നവരോട് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുണ്ട്. അത് വേറൊന്നുമില്ല, നമ്മൾ വഞ്ചിയിൽ കയറി ഏറ്റവും തുമ്പത്ത് അറ്റത്ത് പോയിട്ട് പിടിച്ചു നിൽക്കും. പക്ഷെ പിടിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ മാത്രം ഇതിൽ കയറുക. Defeated, holding on to something I've needed. I'm looking for a reason, finding all you want in the demon. Helpless, defeated,
holding on to something I've needed. ഇതിന്റെ അകത്ത് കയറിയപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു. മച്ചാൻ എറിഞ്ഞെറിഞ്ഞ് ഇതുവരെ ഒരു ഗിഫ്റ്റും തന്നെ കിട്ടിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, ഒരു 100 കൊടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മച്ചാൻ ഒന്നും കൂടി എറിയാൻ പോകണം. ഇപ്രാവശ്യം മിക്കവാറും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിർഭാഗ്യവശാൽ മച്ചാന് തോൽവി നേരിടേണ്ടി വന്നു. ഏകദേശം 2 മണിക്കൂറായിട്ട് പള്ളിപ്പെരുന്നാളും പരിസരമായിട്ട് നമ്മൾ കറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. പരിശുദ്ധ മാർ ബസേലിയസ് എൽദോ കബറടങ്ങിയിരിക്കുന്ന മാർത്തോമ ചെറിയപള്ളി എന്നറിയപ്പെടുന്ന കോതമംഗലത്തെ ഈ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകളിൽ ഒന്നാണ്. സെന്റ് എൽദോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാഖിലെ മൊസൂളിനടുത്തുള്ള ക്യൂഡഡ് അഥവാ കാരക്കോഷ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് മാഫ്രിയോനോമോർ ബസേലിയസ് എൽദോ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തിൽ ചേർന്ന സന്യാസിയായി. 1685 തന്റെ 92-ാം വയസ്സിൽ മലങ്കരയിലെ മാർത്തോമ രണ്ടാമന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയിലേക്കുള്ള പ്രയാസകരമായ ദൗത്യം ആരംഭിച്ചു. 1685 കന്നി 19 ശനിയാഴ്ച ഉച്ചയ്ക്ക് വിശുദ്ധൻ കാലഹരണപ്പെട്ടു. അടുത്ത ദിവസം തന്നെ കോതമംഗലം മാർത്തോമ ചെറിയപള്ളി സങ്കേതത്തിൽ കബറടക്കപ്പെട്ടു. കോതമംഗലം നിവാസികൾ എല്ലാ വർഷവും ഒക്ടോബർ 2, 3 തീയതികളിൽ മാർത്തോമ ചെറിയപള്ളി പെരുന്നാൾ ഭക്തിയോടും ആഘോഷത്തോടും കൂടി ആഘോഷിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ കന്നീരിയോധ പെരുന്നാളിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പൊ ഇന്ന് രാത്രി മൊത്തത്തിലൊന്ന് കറങ്ങി ചെറിയ രീതിയിൽ വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളിന്ന് കാണിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ചെറിയൊരു എക്സ്പ്ലോറിങ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് 2 ദിവസം മുമ്പ് വന്ന് എൻജോയ് ചെയ്തിട്ട് പോയതാണ്. പിന്നെ വ്ളോഗ് എടുക്കാൻ നേരത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നാലാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. അപ്പോൾ എല്ലായിടത്തും കറങ്ങി കണ്ടു തീർന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കോതമംഗലം പുത്തൻപള്ളിയുടെ മുമ്പിലാണ്. അപ്പോൾ നമ്മുടെ ചെറിയ പള്ളി പെരുന്നാളിന്റെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കൊച്ചു കൊച്ചു വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരോടും ടാറ്റാ.